ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും നമ്മൾ വീട്ടിലെ പണികൾ, അത് കഴിഞ്ഞ് ഇപ്പോൾ ഓഫീസിലെ പണികൾ, വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ, ഇതൊക്കെ മാത്രം നോക്കി നടന്നാൽ പോരല്ലോ. അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്തണ്ടേ. എന്താണെന്നറിയാൻ പാടില്ല. സെൽഫ് കെയർ, മീ ടൈം, ഇതിനെപ്പറ്റി പറയുമ്പം കുറച്ച് ആൾക്കാർക്ക് എന്തോ ഒരു ചതുർത്ഥി പോലെയാണ്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. അവനവന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു അപരാധം ചെയ്യുന്ന, എന്തോ വലിയൊരു പാപം ചെയ്യുന്ന കണക്കാണ് കുറേ ആൾക്കാരുടെ ചിന്താഗതി. നമ്മളെ ഈ എന്താ പറയുക, സെൽഫ് കെയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ ചെയ്യണതുണ്ട്, നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യണതുണ്ട്. അപ്പോൾ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ട ഫേസ് പാക്കും സംഭവങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാരി തേക്കാറുണ്ട്. ഈ എന്താ പറയുക, ഞാനും ഇഷ്ടം പോലെ മുഖത്ത് കുളി കഴിഞ്ഞ് മറ്റേ ഷോർട്സിൽ പറഞ്ഞ പോലെ കയ്യിലും കാലിലും മേത്തൊക്കെ ഞാൻ വാരി തേക്കും. ഇതൊക്കെ വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിക്ക് കൊണ്ട് നടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇതല്ലേ. പിന്നെ ഇതൊക്കെ ഇങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ നീ ഭയങ്കര സുന്ദരിയാവുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും സുന്ദരികളും സുന്ദരന്മാരും ആണെന്ന് വിശ്വസിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കഥയൊന്നും അല്ല കേട്ടോ. പണ്ട് 1950കളിൽ ഓഫ് കോഴ്സ് ജാപ്പനീസുകാരെ വിട്ട് എനിക്കൊരു ജീവിതമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അവിടുത്തെ വീട്ടമ്മമാർ ചെയ്തുകൊണ്ട് പോന്നിരിക്കുന്ന കുറച്ച് കലാരൂപങ്ങൾ, കുറച്ച് സെൽഫ് കെയർ ഐഡിയാസ് ആണ് കേട്ടോ ഞാൻ പറയാൻ വേണ്ടി പോണേ. ഒന്നാമത്തത് ഒഫൂറോ. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ എന്തോ വിചലമിച്ച സാധനമാണെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. നമ്മുടെ കുളി, അതായത് അവരുടെ രീതിയിൽ, അതിപ്പോഴും അവരങ്ങനെ തന്നെയാണ്. അവരുടെ രീതിയിൽ കുളി എന്ന് പറയുന്നത് വെറും ഒരു കുളി മാത്രമല്ല, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അവരുടെ കുളി എന്ന് പറയുന്നത്. അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ അവർക്ക് ഈ പറയുന്ന പോലെ ഫുൾ ജോലി ഉണ്ടാവുമല്ലോ. വീട്ടിലെ ജോലികൾ, പറമ്പിലെ ജോലികൾ, വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സൈഡായിട്ടുണ്ടായിരിക്കും. എല്ലാ പണിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെറിയ ചൂടുവെള്ളത്തിൽ അവർ കുളിക്കും. ആ കുളി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പേശികൾക്ക് ഒരു അയവ് കിട്ടാനും അതേപോലെ തന്നെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ പറയുന്ന പോലെ നമ്മൾ കാക്കക്കുളി എന്ന് പറയില്ലേ, എൻ്റെ കിട്ടുവിനൊക്കെ കാക്കക്കുളിയുടെ ആളാണ്. പോയിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട കുളിച്ചിട്ട് വരും. അങ്ങനത്തെ കുളിയല്ല കേട്ടോ. കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ഈ കുറേ ആൾക്കാർക്ക് എപ്പോഴും, ചില ആൾക്കാർക്ക്, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം, പക്ഷേ എന്നെക്കാട്ടിലും ഒരുപാട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം കുളിക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മൾ കളിയാക്കും എന്താണ് അവർ അതിൻ്റെ ഉള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഈ പറയണ പോലെ ആസ്വദിച്ച് കുളിക്കുക എന്ന് പറയുന്നതും ഒരു കലയാണ്. നമുക്ക് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും കുറേ സ്ട്രെസ്സൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുളിയിൽ കൂടെ നമുക്ക് സഹായിക്കും. അപ്പോൾ ഇനിയുണ്ടല്ലോ, ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഒന്നും പറയരുത്, പ്രോത്സാഹിപ്പിച്ചോളൂ, പിന്നെയും പ്രോത്സാഹിപ്പിച്ചോളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷൂൻ. നല്ല രസമുണ്ടല്ലോ പേര് കേൾക്കാൻ വേണ്ടിയിട്ട്. ഷുൻ കുഞ്ഞ് എവിടെ നല്ല കേട്ട് പരിചയം എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഷുൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ആ പേര് പറയുമ്പോൾ ചീവരട്. നമ്മുടെ ഒരു സീസണൽ ഫുഡ് റൊട്ടീൻ. അതായത് ഇവർ 1950 എന്ന് പറയുമ്പം കൂടുതലായിട്ട് ഇവർക്ക് കൃഷിയാണല്ലോ. അപ്പോൾ അവർ മാക്സിമം പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഒന്നും വാങ്ങിക്കാതെ അവർ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ അവർ ഇൻടേക്ക് ചെയ്ത് ഭക്ഷണമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഓരോ സീസൺസിലും നമുക്ക് ഓരോരോ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജീസ് ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് അവർ കൂടുതൽ, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അവർ തന്നെ സ്വയം ഉണ്ടായിട്ട് വരണ സംഗതികളാണ് കേട്ടോ അവർ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മളിപ്പം നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മേലൊക്കെ അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നെ പോലെ കണ്ണി കണ്ട കടച്ചാദ്യമൊക്കെ നമ്മൾ വാരിത്തേക്കും. പക്ഷേ ഉള്ളിലോട്ടേക്ക് കൊടുക്കുന്ന സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ്, ഒരുപാട് മധുരം, അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വാരി തേച്ചാലും ഒരു യൂസ് ഉണ്ടാവില്ല. അതേപോലെ ഇവരുടെ രണ്ടാമത്തെ ഒരു സെൽഫ് കെയർ ടിപ്പ്, അല്ലെങ്കിൽ അവർ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ ഇതായിരുന്നു. ഓർഗാനിക്കായിട്ട്, സീസണലായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന, അവരുടെ പറമ്പിൽ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ തന്നെയായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ അപ്പനമ്മമാരൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സംഗതികളൊക്കെ ആയിരുന്നല്ലോ അവരും കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ അമ്മൂമ്മയ്ക്കുണ്ടല്ലോ, ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി, പക്ഷേ ഇപ്പം അമ്മയ്ക്ക് 94 തോന്നുന്നു. 90 വയസ്സിൽ എൻ്റെ അമ്മൂമ്മ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇപ്പോഴാണ് പിന്നെ വയ്യാണ്ടായി തുടങ്ങിയത്. അതൊക്കെ അവർ കഴിച്ചിട്ടുള്ള പണ്ടത്തെ ഭക്ഷണത്തിൻ്റെ എഫക്റ്റ് ആണല്ലോ.
നെക്സ്റ്റ് എനിക്കും നിങ്ങൾക്കും ഒരുപാട് താല്പര്യമുള്ള നമ്മുടെ ബ്യൂട്ടി ടിപ്സാണ്. ഈ നമ്മളിപ്പം എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വരണ സംഗതിയാണ് റൈസ് വാട്ടർ. റൈസ് വാട്ടർ 7 ദിവസം നിങ്ങൾ മുഖത്ത് സ്പ്രേ ചെയ്യുക, 14 ദിവസം നിങ്ങൾ മുഖത്ത് സ്പ്രേ ചെയ്യുക. വാവ്, എൻ്റെ സ്കിൻ പളുങ്ക് പോലെ തിളങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ. ഇവരുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ആക്കുന്ന ഒരേ ഒരു സംഗതി ഇതായിരുന്നു. എന്നൊക്കെയാണ് ടിപ്പ് അവർ പറയണത്. അവർക്ക് സീക്രട്ടായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ റൈസ് വാട്ടർ, നമ്മുടെ അരി കഴുകിയ വെള്ളം, അതായത് അരി കഴുകിയിട്ട് അങ്ങനെയല്ല, നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കും ആ വെള്ളം, അല്ലെങ്കിൽ അരി കുക്ക് ചെയ്തിട്ടുള്ള വെള്ളം. ഈ വെള്ളമാണ് അവർ മുഖത്ത് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. അവരുണ്ടല്ലോ ഈ മേലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം സോപ്പും നമ്മുടെ മറ്റ് ഇതൊക്കെയാണല്ലോ, എന്താണ് ബോഡി വാഷൊക്കെയാണല്ലോ നമ്മൾ യൂസ് ആക്കണേ. അവർ മറ്റേ തവിട് ഉമിക്കരിയൊക്കെ യൂസ് ആക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് അത്ര അങ്ങോട്ട് കണക്റ്റ് ആയില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, പണ്ട് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉമിക്കരി യൂസ് ആക്കുമല്ലോ. ഉമിക്കരി യൂസ് ആക്കുമ്പോൾ നമ്മുടെ പല്ലൊക്കെ നല്ല പളുപളുപളുന്ന് തിളങ്ങുമല്ലോ. അതേപോലെ ആയിരിക്കും അവരുടെ ഇത് പറയണത്. അവർ മേല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ആക്കിക്കൊണ്ടിരുന്നത് തവിട് ഉമിക്കരിയാണ്. ഇനി നമ്മൾക്ക് കുറച്ച് തവിടും ഉമിക്കരിയൊക്കെ മേടിച്ചിട്ട് ഒന്ന് തേച്ച് നോക്കിയാലോ. ഈ പറയണ പോലെ ബിരിയാണി ചിലപ്പോൾ കിട്ടിയാലോ. പിന്നെ അവരുടെ എന്തായിരുന്നു ടീ സെറിമണി. അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എപ്പോഴും പോകുന്നൊരു മോളുണ്ട് കേട്ടോ. ആ മോളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ജാപ്പനീസുകാരുടെ ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ട്. അവിടെ അവർ ഈ വീഡിയോസ് കാണുമ്പോൾ അവർ ചായ ഉണ്ടാക്കുന്ന ഒരു ചൂല് പോലത്തെ ഒരു സാധനം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് ഒരു സെറിമണി, അത് ആ പേര് പോലെ തന്നെ ഒരു ചടങ്ങായിട്ടാണ് അവരത് ചെയ്യുന്നത്. ആ ഒരു ചായ കുടിക്കുന്നതോടുകൂടെ അവരുടെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ട് സ്ട്രെസ് റിലീഫ് ആവും. ഞാനതിൻ്റെ പൈസ ചോദിച്ചിട്ട് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചിട്ട് ഒരു ദിവസം വീഡിയോ ഇട്ട് ചെയ്യാം. കാരണം ഒരു തവണയൊക്കെ നമ്മൾ യൂസ് ആക്കുള്ളൂ. അപ്പോൾ ഒരുപാട് രൂപ കൊടുത്തിട്ട് മേടിച്ചിട്ട് ഒരു തവണ യൂസാക്കി വെക്കുന്നതിനോട് അത്ര ശരിയല്ലല്ലോ. കുറച്ച് പൈസ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ ടീ സെറിമണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഇവരൊക്കെ ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആസ്വദിച്ച ചായ കുടിക്കുന്നത്. നമ്മുടെ വീട്ടമ്മമാർ രാവിലത്തെ ചായ കുടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. നിങ്ങളെന്നാന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഓക്കെ, ഈ രാവിലെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ചായ തിളപ്പിച്ച് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും. ഒരു കപ്പിൽ, സ്റ്റീലിൻ്റെ കപ്പിലായിരിക്കും കേട്ടോ. എന്നിട്ട് പണി നടക്കണതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയിട്ട് ഒരു സെപ്പ് എടുക്കും. പിന്നെ പോയിട്ട് ഒരു ദോശ ചൂടും, പിന്നെയും വന്ന് ഒരു സെപ്പ് എടുക്കും. പിന്നെ ചിലപ്പോൾ അരി വാർക്കാനിടും, പിന്നെ വന്ന് ഒരു സെപ്പ് എടുക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പണിയുടെ ഇടയിലായിരിക്കും നമ്മളിൽ കുറേ വീട്ടമ്മമാർ ചായ കുടിക്കുന്നുള്ളത് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ചായയുടെ ആ ഒരു അത് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ സമയം കിട്ടുമ്പോൾ ഒരു ചായയൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അതിങ്ങനെ ഓരോ സിപ്പ് കുടിക്കുമ്പോഴും നല്ല ആസ്വദിച്ചൊന്ന് കുടിച്ചു നോക്കി. ഭയങ്കര രസമാണ്. വെറുതെ അല്ല ഈ ഇവന്മാർ ടീ സെറിമണി എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങായിട്ട് ഇത് നടത്തുന്നത്. 1950കളിൽ ഇവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് കുറേ ടെക്നോളജീസും സംഗതികളൊക്കെ മറ്റുള്ള ആ 1950നെ വെച്ച് നോക്കുമ്പോൾ നമുക്കുണ്ട്. പക്ഷെ അന്നത്തെ ഉള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ബിസിയാണ് അവരൊക്കെ. ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ലോ ലൈഫാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ റഷ് ലൈഫാണ്, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ജീവിക്കാൻ വേണ്ടിയിട്ട് തേരാപ്പാരയല്ല, ഓടിക്കൊണ്ടിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.